Good morning, Miss. Good morning, Miss. Good morning. Good morning, Miss. Good morning അല്ല good Good afternoon. afternoon ആണ്. പക്ഷേ തുടങ്ങിയതല്ലേ ഉള്ളൂ. അതെ. അതുകൊണ്ട് ഗുഡ് മോർണിംഗ് തന്നെ ആയിക്കോട്ടെ അല്ലേ? ജോൽ റെഡി ആയോ മോനെ? ശരിയായോ? ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ ഇടക്കിടക്ക് ശ്വാസം മുട്ട് ഉണ്ടാവുന്നുണ്ടോ? ശ്രദ്ധിക്കണേ, തണുപ്പിനൊന്നും പോകല്ലേ കേട്ടോ. പഠിക്കുകയാണോ? എക്സാമിലല്ലേ? ജോയിൽ ഇപ്പൊ ആദ്യം ബോധം പോകും. എക്സാമല്ലേ നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ? പിന്നെന്താണ്? ഗുഡ് ആഫ്റ്റർനൂൺ. എക്സാം ആണ് മോനെ. എല്ലാവരും റെഡി ആയിട്ടിരുന്നോ? പേപ്പർ എല്ലാം എടുത്ത് റെഡി ആയിട്ടിരുന്നോ? റെഡിയാണ് മിസ്സേ. ക്വസ്റ്റ്യൻ പറയാൻ റെഡി ആയോ? എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് റെഡി ആയിട്ടിരുന്നേ. 1 minute. ഏത് ലെസൺ ആണ് മോനെ പറഞ്ഞത് എക്സാം? ഇല്ല. എന്താണ് ജസ്റ്റിസേ? ദൂസരി ലക്ഷ്മി. ദൂസരി ലക്ഷ്മി ബായ്. ഓക്കെ. ടഫായിട്ടല്ലേ? ആ പാഠം ഒന്നാമത് ടഫല്ലേ? ഹലീമ റെഡിയാണോ എക്സാം എഴുതാൻ? അഫ്രാസേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. റെഡി അല്ലേ? ആർ യു റെഡി? മിസ് ഒച്ച ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ലോ സൗണ്ടാ കേൾക്കുന്നത്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ട് മിസ്. അത് പറ്റിയപ്പോ അഫ്രാസ് വീഡിയോ ഓൺ ചെയ്തേ. ബുക്കൊക്കെ മാറ്റി വെച്ചേ. ടെക്സ്റ്റ് നോട്ടൊക്കെ മാറ്റി വെക്ക്. എഴുതാനുള്ള പേപ്പറും പെന്നും മാത്രം എടുത്ത് വെച്ചേ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് മീനിങ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് മീനിങ്. ഫസ്റ്റില് 1 ക്വസ്റ്റ്യൻ മിസ് പറയാണ് വേർഡ് മീനിങ്ങിന്റെ. എഴുതിക്കോ. ഫസ്റ്റ് വേർഡ് തോപ്പ്. അതിന്റെ മീനിങ് എഴുതിയ തോപ്പ്. തോപ്പ്. അഫ്രാസ് വീഡിയോ ഓൺ ചെയ്. തോപ്പ്. അഫ്രാസ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറ്റി? മിസ് ആൻസർ മാത്രം എഴുതിയത്. അഫ്രാസിനോടാണ് ചോദ്യം. എന്താണ് കഴിഞ്ഞ ക്ലാസ്സില്? രാവിലെ ആബ്സെന്റ് ആയിരുന്നില്ലേ? അഫ്രാസേ ചോദിച്ചതിന് ആൻസർ പറഞ്ഞേ.
എന്താണ്? മദർസ് ഉണ്ട്. മദ്രസ. ഓ യെസ്, മദ്രസ ഇല്ലതുകൊണ്ട് ലീവ്. ഓക്കെ ഓക്കെ. മോനെ ഇപ്പൊ എക്സാം ആണ്, എക്സാം ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ക്ലാസ്സില് യൂട്യൂബ് ക്ലാസ് കാണണേ. തോപ്പ് യൂട്യൂബ് ക്ലാസ് കാണണം. ഇപ്പൊ എക്സാം ആണ്. അതിൽ വേർഡ് മീനിങ്ങിൽ ഫസ്റ്റ് വൺ എന്താണ്? തോപ്പ്. നെക്സ്റ്റ് പ്രശിക്ഷൺ. പ്രശിക്ഷൺ അതിന്റെ മീനിങ് എഴുതിയേ. പ്രശിക്ഷൺ. പ്രശിക്ഷൺ. പ്രശിക്ഷൺ എഴുതിയോ? തേർഡ് സേന. 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 നിജാദ് എക്സാം ആണ്, എഴുതുന്നുണ്ടോ? സേന. നാലാമത്തെ വേർഡാണ് പറഞ്ഞത് കില. 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 അശ്വിൻ എന്തെങ്കിലും ലേറ്റ് ആയത്? എക്സാം തുടങ്ങിയില്ലടാ. വേർഡ് മീനിങ് നാലാമത്തെ വേർഡ് മീനിങ് 4 നമ്പർ ഇട്ടോ. കില. അഞ്ചാമത്തെ രസത്. 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 ഫോർത്ത് വൺ എന്തായിരുന്നു പറഞ്ഞേ? കില. അഞ്ചാമത്തെ ഒന്നും കൂടി പറയുവാ. രസത്. ഒന്നുകൂടി പറയാ. നമ്പർ 1 തോപ്പ്. നമ്പർ 2 പ്രശിക്ഷൺ. നമ്പർ 3 സേന. നമ്പർ 4 കില. നമ്പർ 5 രസത്. അഞ്ചെണ്ണമായോ? എഴുതി. നെക്സ്റ്റ് അടുത്ത പറയട്ടെ. नीचे दिए गए अनेक शब्दों के लिए एक शब्द लिखो. താഴെ കൊടുക്കുന്ന സെന്റൻസിന് 1 വേർഡ്, एक शब्द 1 വേർഡ് എഴുതാൻ വേണ്ടിയിട്ട്. फर्स्ट क्वेश्चन, जो ईश्वर की पूजा करे. जो ईश्वर की पूजा करे. ഒന്നും കൂടി എല്ലാം പറയോ? ഒന്നേ പറഞ്ഞില്ലു. 1 വേർഡ് ക്വസ്റ്റ്യൻ എഴുതാൻ, 1 വേർഡ് ആൻസർ. താഴെ കൊടുക്കുന്ന സെന്റൻസിന് 1 വേർഡ് എഴുതുക.
ഒന്നും കൂടി പറയാന്ന്. जो ईश्वर की पूजा करे. ആരും വീഡിയോ ഓഫ് ചെയ്യരുത്. जो ईश्वर की पूजा करे. രണ്ടേ जहां बच्चे पढ़ने जाते हैं. എവിടെയാണ് കുട്ടികൾ പഠിക്കാൻ പോകുന്നത്? അതിന്റെ പേര് എഴുതുക. जहां बच्चे पढ़ने जाते हैं. ഒന്ന് ആദ്യം ഒന്ന് പറയോ? ആദ്യം जो ईश्वर की पूजा करे. രണ്ട് അശ്വിനി എവിടെ നോക്കിട്ട് എഴുതുന്നേ? ബുക്ക് ഉണ്ടോ മടിയിലേ? അശ്വിന്റെ മടിയിൽ ബുക്ക് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ആര് എക്സാം എഴുതുമ്പോഴും നിങ്ങൾ എവിടെ നോക്കി എഴുതുന്നു എന്നത് ഞങ്ങളുടെ സ്ക്രീനിൽ കാണും. ഞങ്ങളുടെ സിസ്റ്റത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ക്ലാസ് ടൈമിലായാലും നിങ്ങൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു എന്നതും ഞങ്ങൾക്ക് കാണും. പിറകിൽ വന്ന് നിൽക്കുന്നവരുടെ നോക്കി ചിരിക്കുന്നതും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതായാലും, അല്ലെങ്കിൽ എന്താണ് പേന എടുക്കാൻ പോകുന്നതും, അല്ലെങ്കിൽ ബുക്ക് നോക്കിയിട്ട് എഴുതുന്നതാണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് നോക്കി കോപ്പി അടിച്ചങ്ങ് എഴുതിയാൽ ആരും കാണൂല എന്നൊരു തോന്നല് വേണ്ട. അവനവന് പഠിക്കാൻ തന്ന കാര്യം പഠിച്ചേ പറ്റൂ. പഠിച്ചില്ലെങ്കിൽ എഴുതേണ്ട. അവിടുന്ന് ഇവിടുന്ന് നോക്കിയിട്ട് എഴുതിയിട്ട് മാർക്ക് വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് വേണ്ട അങ്ങനെ നിങ്ങളുടെ മാർക്ക്. ഓരോ ലെസണും ഓരോരോ പീരീഡ് വെച്ചിട്ട് നിങ്ങൾക്ക് 2 പീരീഡിലെ ഒരു പീരീഡ് നിങ്ങൾക്ക് എക്സാം വെക്കുന്നത് നിങ്ങൾക്ക് ഇനി ഇപ്പൊ ടൈം ടേബിൾ തരും എക്സാമിന്റെ. അപ്പോഴേക്കും നിങ്ങൾക്ക് അത് കവർ ചെയ്ത് പോവാനാണ് ഓരോ ലെസൺ നിങ്ങൾക്ക് സിമ്പിൾ ആക്കി തീർക്കാനാണ് ഓരോ ലെസണും ഓരോരാഴ്ച എക്സാം വെക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ അത് കവർ ചെയ്ത് പഠിക്കണം വേണ്ടിയിട്ട്. നിങ്ങളത് കുറച്ച് പേര് പഠിക്കും, പഠിക്കുന്നവർ സ്ഥിരമായി പഠിക്കും. പഠിക്കാത്തവർ ഇങ്ങനെ വെറുതെ നമ്പർ മാത്രം ഇട്ടിട്ട് മിസ്സിന് സെൻഡ് ചെയ്യും. ആ ഒരു പ്രവണത ഒഴിവാക്കുക. എക്സാം പറഞ്ഞിട്ടുണ്ടോ കൃത്യമായി പഠിച്ചിട്ട് എഴുതുക. ഇല്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതിക്കോ. അവിടെ ഇരുന്ന് 500 പ്രാവശ്യം ഓരോരോ ക്വസ്റ്റ്യൻ ആൻസറും ഇമ്പോസിഷൻ എഴുതിക്കോ. നിങ്ങൾക്ക് ഇനി അതേ ശിക്ഷയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓൺലൈനിലായോണ്ട് തല്ലും ചെയ്യില്ലല്ലോ, ടീച്ചർ അവിടുന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവില്ലേ, ഞങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യാന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. ഒറ്റയാണ് എന്റെ മുന്നിൽ നിന്ന് പേപ്പർ നോക്കിയിട്ട് അല്ലെങ്കിൽ നോട്ട് നോക്കിയിട്ട് എഴുതുന്നത് എനിക്ക് കാണും വേണ്ട. കേട്ടല്ലോ? നെക്സ്റ്റ് മൂന്നാമത്തെ വേർഡ് जहां पुस्तकें रखी जाती है. जहां पुस्तकें रखी जाती है. എവിടെയാണ് പുസ്തകങ്ങൾ അടുക്കും ചിട്ടയോടെ വെക്കുന്ന ഒരു സ്ഥലത്തിനൊരു പേരുണ്ടല്ലോ, പുസ്തകങ്ങൾ മാത്രം കിട്ടുന്നത്. जहां पुस्तकें रखी जाती है. അവിടെ പുസ്തകങ്ങൾ അടുക്കും ചിട്ടയോടെ വെച്ചിട്ട് കാണാം നമുക്ക്. नेक्स्ट क्वेश्चन बच्चों के प्यारे चाचा. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചാച്ചാജിയുടെ പേര്.
മിസ് ഒന്നുകൂടെ പറയാവോ? बच्चों के प्यारा चाचा. അഞ്ചാമത്തത് ഭാരത് കെ രാഷ്ട്രപിതാ. भारत के राष्ट्रपिता. എഴുതിയല്ലോ. നെക്സ്റ്റ് fill in the blanks ആണ് പറയാൻ പോകുന്നത്. fill in the blanks. रिक्त स्थान की पूर्ति कीजिए. इस सेना को डैश कहा जाता था. इस सेना को डैश कहा जाता था. ഈ സേനയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആ യുവതികളുടെ ഒരു സേനയില്ലേ, അതിന്റെ പേരെന്താ? इस सेना को डैश कहा जाता था. सीमा second question. जनरल सेना लेकर फिर डैश के किले की ओर भागा. जनरल सेना लेकर फिर डैश के किले की ओर भागा. എന്താ അതില്? ഒന്നും കൂടി പറയോ? ജനറൽ സേനയും കൂട്ടിട്ട് ഏടത്തേക്കാന്ന് ലാസ്റ്റ് പോകുന്നത്? ഏത് കോട്ടയിലേക്കാന്ന്? ഡേഷ് കെ കിലേക്ക് ഓർ ഭാഗ. ആരുടെ ഒരു കിലയിലെ വളയാൻ പോകുന്നത്? ഏടത്തേക്കാ പോകുന്നത്? മിസ് ഒന്നും കൂടി പറഞ്ഞേ. जनरल सेना लेकर फिर डैश के किले की ओर भागा. ജനറൽ അവസാനം സേനയുമായിട്ട് ഏത് കോട്ടയാ പോയിട്ട് വളഞ്ഞത്? മിസ് ആ ഫിറു മുതൽ പറഞ്ഞ. നിന്റെ തല. जनरल सेना लेकर फिर डैश के किले की ओर भागा. फिर डैश की किले की ओर भागा. फिर डैश की किले की ओर भागा. എന്നിട്ടും കിട്ടിയില്ലേ? ആ മനസ്സിലായി മിസ്. ആ മനസ്സിലായി. ഹലീമ എഴുതുന്നുണ്ടോ? തട്ടത്തിൻ മറയത്ത് ഇങ്ങനെ അവിടുന്ന് ചിരിക്കുന്ന കാണാം. അല്ല ഹലീമ? എപ്പോഴും ഹാപ്പിയാണ്, അതാ ഒരു ഭാഗ്യം. ഫുള്ള് പോസിറ്റീവാ. ജസ്റ്റിസ് എന്താ ഭക്ഷണം കഴിക്കാ? ശ്രീവിഷ്ണു എഴുതിയ മോനെ? എന്തേ തൃപ്തിയായില്ലേ എഴുതിയത്? ഓക്കെ. നെക്സ്റ്റ് എന്താണ് മോനെ?
ആൻസർ ഒരു പേപ്പറിൽ പരീക്ഷിക്കുമ്പോൾ എഴുതി വെച്ചാണ്. ആ നമുക്ക് നെക്സ്റ്റ് എന്ത് എഴുതാം? രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പറയട്ടെ. ആൻസർ ഇൻ യെസ് ഓർ നോ പഠിച്ചിട്ടുണ്ടോ? ഹാം യാ നാ മേം ഉത്തർ ദീജിയെ. സെന്റൻസ് പറഞ്ഞാൽ യെസ് ഓർ നോ എഴുതുവാ. അപ്പൊ ആദ്യം എവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നത് പറയുമ്പോ മിസ്സേ ഹിന്ദി അത് മതി എന്നാല് ക്വസ്റ്റ്യൻ ആൻസർ ആദ്യം എന്തോ പറയുന്നുണ്ടല്ലോ, ഒന്ന് പറഞ്ഞേ. ുള്ളത് അതിലത്തെ ഹിന്ദി വാക്ക് ഞാൻ പഠിച്ചില്ല. എസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താണെന്ന് പഠിച്ചില്ല. ഹാം യാ നഹീം. ഒന്നുകിൽ ഹാം ശരിയാണെങ്കിൽ ഹാം എന്ന് എഴുതുക, തെറ്റാണെങ്കിൽ നഹീം എന്ന് എഴുതുക. ഹാം യെസ്, നഹീം നോ. ഓക്കെ, അപ്പൊ എഴുതാൻ റെഡിയാണോ? പറയാം. ജലകാരി ഏക വീരാംഗനാ ഥി. ജലകാരി ഏക വീരാംഗനാ ഥി. ജലകാരി ഏക വീരാംഗനാ ഥി. ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ ഹാം എന്ന് എഴുതാം, തെറ്റാണെങ്കിൽ നഹീം എന്ന് എഴുതാം, അല്ലെ നാ. ജലകാരി ഏക വീരാംഗനാ ഥി. ശരിയാണല്ലോ എന്താ എഴുതണ്ടേ? ശരിയാണെങ്കിൽ ഹാം എന്ന് എഴുതാം, തെറ്റാണെങ്കിൽ നഹീം എന്ന് എഴുതാം. सेकंड क्वेश्चन, उसे पकड़ने वाला हीरोज दा. उसे पकड़ने वाला हीरोज दा. ആദ്യയുടെ ബോധം പോയി. उसे पकड़ने वाला हीरोज दा. ഒറ്റ പ്രാവശ്യം കൂടി പറ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞുതരാം, നീ ആൻസർ എഴുതിയാൽ മതി. ഉസേ പക്കഡ്നെ വാല ഹീറോസ് ദ. ഉസേ പക്കഡ്നെ വാല ഹീറോസ് ദ. അവളെ അദ്ദേഹത്തെ പിടിച്ചത് ഹീറോസ് ആയിരുന്നു. എഴുതി എല്ലാരും എഴുതുന്നുണ്ടോ? ഉസേ പക്കഡ്നെ വാല ഹീറോസ് ദ. Third, तोप का गोला जलगारी को लगा. तोप का गोला जलगारी को लगा. മലയാളം മീനിങ് പറഞ്ഞുണ്ടോ? എന്താണ് വെടി? അതായത് വെടിയുണ്ടപ്പോൾ അതായത് തോക്കിൽ നിന്ന് വന്ന വെടിയുണ്ട ജലകാരിക്ക് ഏറ്റവും അവസാനം ഏറ്റിട്ടുണ്ടെങ്കിൽ എസ് ഹാം ഇടാം, ഇല്ലെങ്കിൽ നഹീന്നതാ. ക്വസ്റ്റ്യൻ ആൻസർ മതിയായിരുന്നു. ക്വസ്റ്റ്യൻ ആൻസർ കാട്ടി ഇതാ നല്ലത്. ഇതിനേക്കാൾ നല്ലത് പേപ്പർ. എഴുതിയോ? മിസ്സ തീർന്നോ? അത് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 1. വേഗം എഴുതണേ, നല്ല മക്കളാണ്. ക്വസ്റ്റ്യൻ തരുമ്പോഴേക്ക് എഴുതണം. क्वेश्चन नंबर 1, जलगारी का जन्म कब और कहाँ हुआ था?
जलगारी का जन्म कब और कहाँ हुआ था? जलगारी का जन्म कब और कहाँ हुआ था? ഹലീമ കരയുന്നേ കിട്ടുന്നില്ലേ? രണ്ട് കണ്ണിങ്ങനെ തിരുമ്പേന്ന് അവിടെ ഇരുന്നിട്ട്. എന്താ ഈ ഹലീമനെ വേണ്ടത്? അത് തലേ കൈവച്ചതാ, ഒന്നും മനസ്സിലാവാണ്ട്. ആ അതന്നെ ഏതാ കരയാൻ തുടങ്ങി. മറ്റെപ്പോഴും ചിരിക്കുന്നതാണ്, ഇപ്പൊ കരയാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ കിട്ടാനിട്ട് ആൻസർ. ജലകാരി കാ ജന്മ കബ് ഔർ കഹാ ഹുവാ ഥാ? ആൻസർ പേപ്പർ തിരിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ ഏത് തെറ്റീനോ അതെന്ത് ചെയ്യണം? അതെ, തെറ്റിയ ആൻസർ എല്ലാം 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി വെക്കുക. ക്വസ്റ്റ്യനും ആൻസറും ഒരുമിച്ച് എഴുതണോ? പിന്നെ വെറുതെ പോവാ. ക്വസ്റ്റ്യന് ഒരു 5-10 പ്രാവശ്യം എഴുതാൻ പറഞ്ഞാൽ 10 ക്വസ്റ്റ്യനും ഉണ്ടാവണം, 10 ആൻസറും ഉണ്ടാവണം. ഏത് ക്വസ്റ്റ്യൻ തെറ്റിയാലും ആ ക്വസ്റ്റ്യനും ആൻസറും 10 പ്രാവശ്യം വീതം എല്ലാരും എഴുതുക. നിങ്ങൾ എഴുതി പഠിച്ചോ, അത് നല്ലത്. നിങ്ങൾക്ക് മടിയാണ്. നിങ്ങൾക്ക് എത്രയോ സമയം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം 8ഉം 7ഉം പീരീഡ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളാണ് അല്ലെ? ഏത് സ്കൂളിൽ നിങ്ങൾക്ക് ഒരു ദിവസം 7 അല്ലെങ്കിൽ 8 പീരീഡ് ഉണ്ട്? ഇതൊന്നും ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കൊറോണ വന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ആകെ 2 പീരീഡ്, ആകെ 3/4 മണിക്കൂർ 2 പീരീഡ് ഇങ്ങനെ ഓൺലൈനിൽ ഇരിക്കേ വേണ്ടത്. ഹോംവർക്ക് കുറവാണ്. ഈ 8 പീരീഡ് 7 പീരീഡ് അല്ലെങ്കിൽ 6 പീരീഡ് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ഹോംവർക്കുകൾ ഒരു ദിവസം ചെയ്തിട്ടുണ്ട്? ഇപ്പൊ അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ 2 വിഷയം എടുത്തത് ആകെ കുറച്ച് ഹോംവർക്കുകളാണ് ഉണ്ടാവുക. അതുപോലും ചെയ്യാനും അയക്കാനും മടി, പഠിക്കാനും മടി. ഈ മടി നിങ്ങൾക്ക് എവിടുന്ന് വന്നു? മടി കാട്ടരുത്, ആലസ്യം മാ കരുന്നാ പറഞ്ഞത്. മടി കാട്ടരുത് ഒരിക്കലും. ആദ്യം അലസത ഒഴിവാക്കുക. ഓരോന്നല്ല ഇങ്ങനെ എന്താ പറയണ്ട അങ്ങനെ ഇരിക്കുന്നു ക്ലാസ്സിൽ. ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോ? അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തിരിച്ച് ഞാൻ മാർക്ക് തരും. തെറ്റിയത് ഓരോരുത്തരും വസുദേവിനല്ലേ? അതന്നെ പറഞ്ഞു, അലസതയുടെ പര്യായാണ് കുറെ ആള്. വസുദേവ്, അതെ, കുറെ പേരുണ്ട് ഇതിൽ. ആദ്യം അലസത ഒഴിവാക്ക്. നിങ്ങളുടെ സമയം നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കാത്തിക്കൂല. നിങ്ങളെ വർഷം നിങ്ങൾക്കിപ്പോ 1-2 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇനി അടുത്ത ക്ലാസ് 7ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. 7ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ വെറുതെ വെറും കൈയോടെ പോയിട്ട് കാര്യമില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യം 6ാം ക്ലാസ്സിൽ പഠിച്ചെടുത്ത് നല്ല ശീലങ്ങൾ പഠിച്ചിട്ട് മാത്രം പോവുക. കേൾക്കുന്നുണ്ടോ? കൃത്യമായിട്ട് രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്തിരുന്നു അതേപോലെ സ്കൂളിലേക്ക് പോകുന്ന അതേപോലെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് തന്നെ ക്ലാസ്സിലിരിക്കുക. ഇതൊക്കെ ചെയ്ത് ഇത് രാവിലെ എന്നാ വസുദേവ പറയുന്നു? എന്നാ രാവിലെ ഫ്രഷ് ആവാണ്ടിരിക്കാനും വിടൂല. അങ്ങനെ വിടൂലെന്നല്ല, എനിക്ക് തോന്നണം അങ്ങനെ ഒരു തോന്നല്. അല്ലാണ്ട് അവർക്ക് വേണ്ടി ചെയ്യാനാകരുത്. നിങ്ങൾ തന്നെ സ്വയം ചെയ്യണം. അത് നിങ്ങളോട് തന്നെ നിങ്ങൾ LKG കുഞ്ഞിനല്ലേ നിങ്ങൾ എടുത്തുകൊണ്ട് കുളിപ്പിക്കണം. നിങ്ങൾ സ്വയം ചെയ്ത് നിങ്ങളെ ക്ലാസ് ടൈമിൽ നിങ്ങൾ ക്ലാസ് കയറാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വഹ് നാരി വാഹിനി മേ കൈസേ ആയി? വഹ് നാരി വാഹിനി മേ കൈസേ ആയി? എങ്ങനെയാണ് നാരി വാഹിനിയിലെ സേനയിൽ ഇവൾക്ക് അഡ്മിഷൻ കിട്ടിയത്? ജലകാരിക്ക്. ഞാൻ ചോദ്യം കുറെ പ്രാവശ്യം പറഞ്ഞുതരാം ആതിരെ, ടെൻഷൻ അടിക്കണ്ട. വഹ് നാരി വാഹിനി മേ കൈസേ ആയി? ജലകാരി എങ്ങനെയാണ് നാരിവാഹിനി എന്നുള്ള സേനയിൽ അഡ്മിഷൻ കിട്ടിയത്? നിങ്ങൾക്ക് ഇപ്പൊ ട്രൂ ലൈറ്റിൽ അഡ്മിഷൻ കിട്ടിയത് ഒരു കാരണം ഉണ്ടാവൂലേ? നിങ്ങൾ മണ്ടന്മാരായോണ്ടാ? നിങ്ങൾ ഉറങ്ങിയെണീക്കാത്തോണ്ടാ നിങ്ങൾക്ക് അഡ്മിഷൻ തന്നിനി? അല്ല. അപ്പൊ ഓരോന്നിനും ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഓരോന്നിനും ഒരു ഇതുണ്ട്.
അപ്പൊ ഇതുപോലെ നാരീവാഹിനിയിലെ സേനയിൽ ജലകാരിക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയത്? എന്തോ ഒരു കാരണമുണ്ട് കിട്ടാനുള്ള. ആ കാരണം ഒന്ന് എഴുതിയേ. ജോയലേ, പേന കൊണ്ട് എന്നെ കുത്താൻ വരുന്ന എന്റെ കണ്ണിലേക്ക്? 2 കണ്ണും കുത്തി പൊട്ടിച്ചേക്കാന്ന് വെച്ചിട്ട് പേന കൊണ്ട് ഇങ്ങനെ വരിക. എഴുതിയോ മക്കളെ? ഹലിമ എഴുതിയോ? ഓക്കെ, നല്ല എക്സാം അല്ലേ? പഠിക്കണം, പഠിച്ചാൽ നല്ല. അല്ലെങ്കിൽ ഓരോ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട്, കാരണം ക്വസ്റ്റ്യൻ കാണുമ്പോ പഠിക്കാതെ പാടായതുകൊണ്ട്. അടുത്ത ദിവസം 11ാമത്തെ ലെസൺ ആണ് എക്സാം. മുംബൈക്ക് സയർ എന്നുള്ള ലെസൺ ആണ് എക്സാം. അത് ഈ സമയത്ത് തന്നെ മിസ്സേ? 11ാമത്തെ ലെസൺ അടുത്ത ആഴ്ച. ഓക്കെ, ഇനി മുതൽ എക്സാം? ഇനി മുതൽ അങ്ങനെ ഓരോ ലെസൺ എക്സാം ആണ്. നിങ്ങൾ പഠിക്കാതെ നിങ്ങളെ വിടുന്ന ലക്ഷ്യമില്ല. അപ്പൊ വെറുതെ ഇരിക്കണ്ട, വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കുക. ഒരു 5 ദിവസം എങ്ങനെയും കിട്ടും. ആ 5 ദിവസം കൊണ്ട് നന്നായിട്ട് പഠിച്ചോ. എഴുതി പഠിക്കുക കേട്ടോ. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കുക, തെറ്റൊക്കെ. എന്താണ്? 2 എന്താണ് മോനെ നിജാതെ? 2 ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ ഇട്ടുള്ളൂ? രണ്ടെണ്ണം തന്നില്ല. 2 തരുമ്പോഴേക്ക് തന്നെ കുറെ പേരുടെ കണ്ണ് തള്ളിപ്പോയി. എന്നിട്ടാണ് ഞാൻ നിർത്തിയത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നന്നായിട്ട് പഠിക്കണ എല്ലാവരും, മടി പിടിക്കല്ലേ. അലസതെല്ലാം ഒഴിവാക്ക് വാസുദേവേ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഇപ്പൊ തന്നെ സെൻഡ് ചെയ്തേ. ഇപ്പൊ തന്നെ അവരവരുടെ പേര് വെച്ചിട്ട് ഗ്രൂപ്പിൽ വേണ്ട, പേഴ്സണലായിട്ട് മിസ്സിന് അയച്ചു തരിക. ഓക്കെ, ബൈ.